ഗ്ലാനിർഭവതി ഭാരത. പിന്നല്ല. മൗണ്ടൻ ട്രാവലിന്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഒരു വിഷ്ണു. ഞാനിപ്പോ നിൽക്കുന്ന റായ്ക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്, മഹാരാഷ്ട്രയില്. ഞാൻ ഒരു കുംഭ വാട്ടർഫോൾ എന്ന് പറഞ്ഞ വാട്ടർഫോൾ ആണ് വേണ്ടി ഞാൻ ഇന്ന് പോകാൻ പോണത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം ഫെയിമായി നിൽക്കുന്ന ഒരു വാട്ടർഫോൾ ആണത്. വിജയുടെ ഒരു മൂവിയിലുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാട്ടർഫോളാ. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇനി ഞങ്ങൾക്ക് പോകുന്ന വഴിക്കുള്ള അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. പിന്നെ അതുപോലെ ക്ലൈമറ്റ്. ഞാൻ ഇന്നലെ ഈ പമ്പിലെ താമസിച്ചൊക്കെ, റായ്ക്കോടുള്ള ഈ പമ്പിലാണ് താമസിച്ചത്. റായ്ക്കോട്ട് എന്നാട്ടോ സ്ഥലപ്പേര്. അപ്പോ ചെറുതായിട്ട് മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നമുക്കിന്ന് അങ്ങോട്ടേക്ക് പോവാം. അപ്പോ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ പോകുന്ന വഴി റായ്ക്കോട് സിറ്റിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അത്യാവശ്യം നല്ല ബ്ലോക്കാണ് ഇപ്പോൾ ഉള്ളത്, കണ്ടില്ലേ? ഫുള്ള് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ गणपति फेस्टिवल उधर साइड है. हाँ ओके ഓക്കെ. അപ്പൊ ആള് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗണപതിയുടെ ഫെസ്റ്റിവൽ നടക്കുവാന്ന് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തില്. അപ്പൊ അത് കാരണമാണ് ഇത്ര ബ്ലോക്ക് എന്ന് പറഞ്ഞത്. അതൊക്കെ മൗണ്ടൻ ട്രാവലർ. ഹലോ, നമുക്കിനി ടാസ്ക് തുടങ്ങണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന വഴി കണ്ടില്ലേ, ഈ വഴി ഇങ്ങനെ കറങ്ങി മേളില് ആ മല കണ്ടില്ല, ആ മലയുടെ അവിടെ ഇപ്പി കൈ ചൂണ്ടിയാണ് ആ ഒരു സ്പേസ് ഉണ്ടോ, അതീക്കടെ നമുക്ക് പോകണം. അതായത് നമ്മൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയി മേളിൽ ചെല്ലണം. നമുക്കിനി ഇവിടെ നിന്നുള്ളത് 9 കിലോമീറ്റർ ഉള്ളത് നമുക്കിനി പോകാൻ വേണ്ടിയിട്ട്. അതീക്കടെ ചെറിയ കാറ് പോകാൻ പറ്റുന്നു. പോയില്ല, അവിടെ ചെറിയ കാറ് തന്നെ പോകേണ്ട ഒരു വെള്ള കാറ്. അത് നമ്മുടെ ഇവിടുന്ന് കടന്നു പോയ വണ്ടിയാണ്. അപ്പൊ നമുക്ക് അത്രയും ദൂരം നമുക്ക് പോകണം. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മേളിൽ ചെന്നിട്ട് പറയാം കേട്ടോ. കാരണം ഇപ്പൊ മഴ കൂടി തുടങ്ങി. ഇത് കാണാൻ പാടില്ല. നിങ്ങൾ എന്തായാലും ഈ മൺസൂൺ കാലത്ത് നിങ്ങൾ ഒരു കാരണം വെച്ചാലും ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. പറ്റുവാണെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെ ഉള്ള ദിവസം ഏതെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റുവാണെങ്കിൽ പോരെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കാണുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇതിപ്പോ എത്രത്തോളം നിങ്ങൾക്ക് ഇത് എഫക്ട് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടില്ലേ, ഫുള്ള് മലയായി കാണുന്ന, മൊത്തം മലയാ ഈ കാണുന്ന, ഫുള്ളിങ്ങനെ മലയാ. ഇങ്ങോട്ടേക്കൊക്കെ കണ്ടില്ലേ. അതുപോലെ എവിടെയൊക്കെ വാട്ടർഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വാട്ടർഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട ഇറങ്ങിക്കണുണ്ടോ, എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ശരിക്കും നമ്മൾ വേറൊരു ലോകത്തൊന്നും പോലെയാ. മഹാരാഷ്ട്ര ശരിക്കും എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാണ്ടിരിക്കണത് കണ്ടോ, മഞ്ഞറിയിക്കണുണ്ടോ, എന്ത് രസം നോക്കി, അടിപൊളിയല്ലേ? അപ്പൊ എങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളെ അറിയിക്കുന്ന ഞാൻ ആലോചിക്കണേ. അതേപോലെയാ നമ്മളിപ്പോ ഈ വഴിക്കാണ് കേട്ടോ വരുന്നത്. അതായത് ആ പിക്കപ്പ് വരുന്ന വഴിയില്ലേ, ആ വഴിക്കാണ് നമ്മൾ വരുന്നത്. നമുക്ക് പോകേണ്ടത് ഈ വഴിക്കൂടെ നമുക്ക് പോകേണ്ടത്. ഇവിടെ വെച്ച ആൾക്കാരെ കണ്ടപ്പോ ആൾക്കാർ പറഞ്ഞാണ് ആദ്യമായിട്ടാണ് ഒരാള് സൈക്കിളിനകത്ത് ഈ വഴി തള്ളി കയറ്റി വാട്ടർഫോള് കാണാൻ വേണ്ടി ടൂറിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവര്. എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാരും വരുന്നത് കാറില്, ബൈക്കില്, ബസ്സിലൊക്കെ ആയിട്ടാ വരുന്നത്. നമുക്ക് ബസ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് വാട്ടർഫോളിന്റെ അവിടെ വരെ പോകാൻ പാകത്തിന് ബസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ശരിക്കും ഞാൻ ഈ വരുന്ന വഴിയില് ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതായത് വ്യൂ പോയിന്റുകൾ, ഒത്തിരി വ്യൂ പോയിന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ വരുന്ന വഴിയില്. ഞാനത് നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു വരുന്ന വഴിക്ക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തു, സത്യം പറഞ്ഞാൽ മടുത്തു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരേണ്ടിരുന്നത്. നമ്മളിപ്പോ ഇപ്പോഴും നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റുമോ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും ഞാൻ വാട്ടർഫോൾ കണ്ടിട്ടേ നീ പോകത്തുള്ളൂ. കാരണം വെച്ചാൽ അത്ര കഷ്ടപ്പെട്ട ഞാൻ ഇവിടെ വരെ കയറി വന്നത്. അതാണ് എന്തായാലും ഞാൻ വാട്ടർഫോൾ കാണാൻ വേണ്ടി ഞാൻ നിൽക്കും, എന്നിട്ട് ഞാൻ പോകുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് കാണാൻ പറ്റില്ലെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും ഞാൻ സ്റ്റേ എടുത്തിട്ട് അത് കണ്ടിട്ട് ഞാൻ പോകുള്ളൂ. ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടേ പോകുള്ളൂ. പക്ഷെ അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ താഴെ നിന്നാണ് കയറി വന്നത്. ഞാൻ തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ മഴയൊന്നും ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വന്ന വഴി കാണിച്ചു തരാം. അത്ര ഹൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിലോ, ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളെടുക്കുന്ന ഓരോ എഫേർട്ടിനും അതിന് ബലമുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് കാണുന്ന കാഴ്ച അതുപോലെയാ. പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു കുറച്ച് താഴ്ത്തിട്ട് ഇറങ്ങി പോയിട്ട് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്, വാട്ടർഫോളിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈഡായിട്ട് കാണാൻ പാകത്തിന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതും കാണാൻ പറ്റും. അപ്പൊ 3 വ്യൂ പോയിന്റ് നമുക്ക് ഈ വാട്ടർഫോളിന്റെ കാണാനുള്ളത്. പിന്നെ അതിനകത്ത് ഏറ്റവും റിസ്ക് ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ഏറ്റവും റിസ്ക് ഉള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി ചെറിയ വഴിക്കൂടെ നമ്മൾ ഇറങ്ങി പോകണം. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതേപോലത്തെ ചെറിയ വഴിക്കൂടെ ഇറങ്ങി പോയിട്ട് വേണം നമുക്ക് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നല്ല മഞ്ഞയുണ്ട്, എങ്ങനെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാണാൻ പറ്റുമോ എന്താ അവസ്ഥ എനിക്ക് അറിയാൻ പാടില്ല. ആക്ച്വലി നല്ല മഞ്ഞ. ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ കാണുന്ന ടണല്, ഈ കാണുന്ന വലിയൊരു മലയില്ലേ, ഈ വലിയ മല തുറന്നിട്ടാണ് ആ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ടണലിന്റെ ദൂരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 മീറ്റർ ആണ് ആ ടണലിന്റെ ദൂരം. അതായത് ഈ ടണല് കടന്നിട്ട് വേണം നമുക്ക് ആ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട്. ഈ 200 മീറ്റർ നമ്മൾ ടണല് കടന്നു കഴിഞ്ഞിട്ട് കാണുന്നത് വാട്ടർഫോളിന്റെ മേൽ വ്യൂ ആണ് കാണുന്നത്. മേളത്തെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിന്റെ മേളത്തെ വ്യൂ നമ്മൾ കാണുന്നത്. അവിടുന്ന് കുറച്ചുകൂടി പോയി കഴിയുമ്പോഴാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള വ്യൂ കാണുന്നത്. പിന്നെ കുറച്ചുകൂടി പോയി കഴിയുമ്പോഴാണ് മൂന്നാമത്തെ വ്യൂ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി വാട്ടർഫോളില് കാണാൻ വേണ്ടി പോവാം. ഈ മഴയൊന്ന് പയ്യെ മാറി നിൽക്കുക, ചെറിയൊരു വെയിൽ വരുവാണെങ്കിൽ ഉണ്ടല്ലോ അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ് ശരിക്കും പറഞ്ഞില്ലേ. ടോർച്ച് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇരുട്ടായിട്ടാണ് അതിൻ്റെ ഉള്ളില്. കണ്ടില്ലേ, ഇപ്പൊ അതായത് ഫുള്ള് മഞ്ഞ കയറിയിട്ടുണ്ട്. നമ്മൾ ക്യാമറയിൽ കാണാൻ നമുക്ക് അത്രയും തോന്നുന്നില്ല എന്നുള്ളൂ. അകത്തേട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല ഇരുട്ടായി അതിൻ്റെ അകത്ത്. അപ്പൊ ഞാനതിന്റെ അകത്തേക്കടെ പോയിട്ട്, ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, അകത്തേക്കടെ പോയിട്ട് നമുക്ക് അപ്പുറം ചെന്നിട്ട് നമുക്ക് കാഴ്ച കാണാം. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വലിയ കയറ്റൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നല്ല കൂളിംഗ് ആട്ടെ അതിൻ്റെ ഉള്ളില്. അതിൽ കുറെ ആൾക്കാർ എന്തൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആൾക്കാർ പേര് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോ ടണലിന്റെ അകത്ത് നിന്നിട്ട് അപ്പുറം നിന്നുള്ള കാര്യങ്ങൾ കാണാം. ഇത് കണ്ടോ, നല്ല ഇരുട്ട ടണലിന്റെ ഉള്ളില്. ഞാനെന്നിട്ട് ടോർച്ചിന്റെ വെട്ടത്തിലാട്ടോ ഇപ്പൊ പോണത്. അത് തന്നെയാണ് ഇത്ര ഭാഗം മാത്രം നല്ല വെളിച്ചം. അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. നല്ല കയറ്റം ഉണ്ടായിരുന്നു. അത് കാണുന്നുണ്ടോ, അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം. നമ്മള് ഇവിടുന്ന് ഇനി നമുക്കിനി വാട്ടർഫോളിന്റെ സ്റ്റാർട്ടിങ് കാണാന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അത് ഇവിടെ കേട്ടോ. ഈ കാണുന്ന ഒരു ബോർഡ് കണ്ടോ നിങ്ങള്, ഇവിടെ കാണുന്ന ബോർഡ്, ആ ബോർഡിന്റെ അവിടെ നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ വാട്ടർഫോളിന്റെ ഒക്കെ മേളിൽ നിന്നുള്ള ഒരു വ്യൂ ഇല്ലേ, വെള്ളം ഒഴുകുന്ന ആ വ്യൂ, അത് കാണാൻ പറ്റും. ആദ്യത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടണൽ ഇപ്പൊ തന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് തന്നെ, ഇങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ട്. സൈക്കിൾ അതാ പോകുന്ന റോഡൊക്കെ. ഈ കാണുന്നതാണ് ആദ്യത്തെ വ്യൂ പോയിന്റ്. അതായത് വാട്ടർഫോളിന്റെ വെള്ളം ഒഴുകി വരുന്നുണ്ടല്ലേ, ഈ കാണുന്നതാണ് ആദ്യത്തെ വ്യൂ പോയിന്റ്. നമ്മളിപ്പോ നല്ല മഴയും അതേപോലെ നല്ല തെന്നലും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങണമെന്നില്ല, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. മുംബൈ വാട്ടർഫോൾ എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നതാണ്. അതായത് ഈ ഒഴുകി വരുന്ന വെള്ളമാണ് താഴത്തേക്ക് പോകുന്നത്. ഇതാണ് ഫസ്റ്റത്തെ വ്യൂ പോയിന്റ്. രണ്ടാമത്തെ വ്യൂ പോയിന്റ് നമ്മൾ കുറച്ചും കൂടി അവിടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അത് കാണാൻ പറ്റും. ഇപ്പൊ കണ്ടില്ലേ, ഫുള്ളിങ്ങനെ കോടയാവും, ഫുള്ള് കോടമഞ്ഞ ഇറങ്ങിയോണ്ട് അത് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമ്മളവിടെ പോകുന്നുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റത്തെ, അതായത് വാട്ടർഫോളിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. മുംബൈ വാട്ടർഫോളിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്നത്. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് ഇവിടുന്ന് ഈ മേളിലേട്ടാ പോകുന്നത്. നമ്മൾ വന്നത് ആ ടണലിന്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നത്. ഇനി നമുക്ക് മേളിലേക്ക് പോയിട്ട് രണ്ടാമത്തെ കാണാൻ പോകുന്ന പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ റിസ്ക് കൂടുതലാണ്. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ മൂന്നാമത്തെ വ്യൂ പോയിന്റ് അങ്ങോട്ട് പോയിട്ടായിരിക്കും രണ്ടാമത്തേക്ക് പോകുന്നത്. ഞാൻ മഞ്ഞായിട്ട് മൂന്നാമത്തെ പോയിട്ടും കാര്യമില്ല. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ, പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ല. കാരണം അതുപോലെ മഞ്ഞ കണ്ടില്ലേ, ഫുള്ള് മഞ്ഞിനെ അറിയിക്കുക, ഇങ്ങനെ ഫുള്ള് മഞ്ഞ കോട മൊത്തം. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നല്ല സങ്കടമുണ്ട് കാണാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യും, കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യൂ പോയിന്റിന്റെ സെന്ററിൽ നിന്നുള്ളത് കാണാനുള്ള ഏരിയ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ചെന്നിട്ട് ഈ ഭാഗം കണ്ടോ, ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്ന ടണല ചെറിയതായിട്ട് കാണാൻ പറ്റും. ടണൽ ഈ കാണുന്നത് നമ്മൾ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റ് സ്ഥലമാണ് ഇതേപോലെ കാണുന്ന സ്ഥലം. ഇതേപോലെ ഇങ്ങനെ വെള്ളം ചാടുന്ന കാണുന്ന വ്യൂ പോയിന്റ് ആണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ്. മൂന്നാമത്തെ ഇച്ചിരി വൈകിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ വ്യൂ പോയിന്റ് പോകാം. മഴ ആയതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട്. കാര്യം രണ്ടാമത്തെ റിസ്ക്കാ, ചെറിയ വഴിയാ, മഴയും അതുപോലെ നല്ല മഞ്ഞുണ്ട്. അപ്പൊ ഞാൻ പോയി നോക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുക, എനിക്ക് വേറൊന്നും പറയാനില്ല.
കേട്ടോ. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇതിന് നല്ല മനോഹരമായിട്ട് സ്ഥലങ്ങൾ എനിക്ക് ഇനിയും പോകാൻ കിടക്കും. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ വ്യൂ പോയിന്റ് എനിക്ക് കാണാൻ പറ്റാന്ന് ഞാൻ പ്രതീക്ഷിച്ച് വെച്ച് മനസ്സിൽ തീരുമാനിച്ചിട്ട് റിട്ടേൺ ഇറങ്ങി വരാൻ നേരത്താണ് ഇവര് വന്നത്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ, അത് എങ്ങനെയായാലും നമുക്കത് നടന്നു കിട്ടും. ആദ്യം അവർ മടിച്ചു ഇറങ്ങാൻ വേണ്ടിയിട്ട്, പിന്നെ രണ്ടുപേര് കൂടിയിട്ട് ഇറങ്ങി. ഞാൻ അവരോട് പോയി. സൂപ്പർ വ്യൂ പോയിന്റ്. അത് ശരിക്കും റിസ്ക് ആണ്. അതുപോലെ നിങ്ങൾ സേഫ് ആയിട്ട് നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ടുണ്ടെങ്കിലോ അടിപൊളി വിസിറ്റ് നിങ്ങൾക്ക് ആ വാട്ടർഫോൾ. രണ്ടാമത്തെ വ്യൂ പോയിന്റ് വാട്ടർഫോളിന്റെ ഇതെല്ലാം വ്യൂ പോയിന്റാണ്. ഒരു രക്ഷയിലെത്തും, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ചെന്നപ്പോൾ നല്ല മഴയും മിസ്റ്റും കാരണം എനിക്ക് വലിയ രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ ആസ്വദിച്ചു. അത് ഞാൻ പറയല്ലോ, നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ചു. എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിപ്പോ. കാരണം ഞാൻ അതുപോലെ ശരിക്കും സന്തോഷിച്ചിട്ടാണ് ഞാൻ ഇത് മൊത്തം നിങ്ങളോട് പറയണത്. പറ്റുവാണെങ്കിൽ നിങ്ങൾ വരിക.